പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ശ്രവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നാം സുവിശേഷ പുസ്തകങ്ങളാകുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിത്യാദി പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു എവിടെ പോയാലും വലിയൊരു കൂട്ടം പുരുഷാരം യേശുക്രിസ്തുവിനെ അനുഗമിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പുരുഷാരത്തിൻ്റെ അനുഗമന ഉദ്ദേശം പല നിലകളിൽ ഉള്ളതായിരുന്നു. രോഗസൗഖ്യം പ്രാപിക്കുന്നതിനു വേണ്ടി യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരുണ്ട്. യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന അപ്പവും ഭക്ഷിക്കുന്നതിനു വേണ്ടി യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരുണ്ട്. ആരൊക്കെ വരുന്നു, എന്തൊക്കെ നടക്കുന്നു എന്ന് കാണുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരുണ്ട്. യേശുക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും തെറ്റുവരുന്നുവെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പല നിലകളിൽപ്പെട്ടവർ യേശുക്രിസ്തുവിനെ അനുഗമിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആവശ്യഭാരത്തോടെ ആരെല്ലാം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ അവരെ ആരെയും യേശുക്രിസ്തു തള്ളിക്കളഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണമേ, ആവശ്യഭാരത്തോടെ വരുന്നവനെ തള്ളിക്കളയുന്ന, ഉപേക്ഷിക്കുന്ന, മാറ്റി നിർത്തുന്ന ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എങ്കിൽ തന്നെയും ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 12 സംവത്സരം രക്തസ്രവം എന്ന രോഗത്താൽ ഭാരപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. അവൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് രക്തസ്രവം എന്ന രോഗത്തോടെ ആയിരുന്നു എങ്കിൽ, രോഗത്തെ തുടർന്നുള്ള ഭാരത്തോടെ ആയിരുന്നു എങ്കിൽ, അവൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയത് രക്തസ്രവം എന്ന രോഗത്തോടെ ആയിരുന്നില്ല, രോഗത്തെ തുടർന്നുള്ള ഭാരത്തോടെ ആയിരുന്നില്ല. പിന്നെങ്ങനെയാ അവൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയത് എന്നറിയണ്ടേ? മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഒന്നാമതായി പൂർണ്ണമാകുന്ന രോഗസൗഖ്യത്തെ പ്രാപിച്ചവളായി, രണ്ടാമതായി സമാധാനത്തോടുകൂടെ, മൂന്നാമതായി സ്വസ്ഥതയോടുകൂടെ. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങളിൽ നാം ആവശ്യഭാരത്തോടെ യേശുക്രിസ്തുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒന്നാമതായി പൂർണ്ണമാകുന്ന രോഗസൗഖ്യത്തെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. നാം ആവശ്യഭാരത്തോടെ യേശുക്രിസ്തുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ രണ്ടാമതായി ഈ ലോക ജീവിതത്തിൽ വെച്ച് പൂർണ്ണമാകുന്ന സമാധാനത്തെ നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയും. നാം ആവശ്യഭാരത്തോടെ യേശുക്രിസ്തുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ മൂന്നാമതായി എന്തെന്നില്ലാത്ത ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ആവശ്യഭാരത്തോടെ യേശുക്രിസ്തുവിനെ സമീപിക്കുവാനും ആവശ്യങ്ങളെക്കാൾ വലിയവനായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.